മന്ത്രവാദി കവടി നേർത്തി കാ ഷൂ സാ ശ്രീ എന്നൊക്കെ പറയുന്ന അക്ഷരം ഉണ്ടല്ലോ, അതിലേക്കാണ് കവടി വാരി വെതറിയത്. മന്ത്രവാദിയുടെ മുഖത്ത് അത്ര തെളിച്ചില്ല, എന്തൊരു വലിയ അപായം പോലെ. വന്ന ആൾക്കും ഒരു സങ്കോചം. പ്രശ്നമാണല്ലോടോ, മൊത്തത്തിൽ പണി പാളിയിരിക്കുമല്ലോ, കട്ട പോകാണ്ടേ അടങ്ങത്തുള്ളൂ കേട്ടോ. വന്ന ആൾ ചോദിച്ചു, എന്താ സ്വാമി കാര്യം എന്തെന്ന് പറ. തൻ്റെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോനുള്ള കാരണം മനസ്സിലായോ? ഇല്ല സ്വാമി, മനസ്സിലായില്ല. വലിയൊരു കാരണമാണ്, ചെറിയ കാരണമൊന്നും അല്ല. ഒരു സാമ്പിൾ ഞാൻ പറയാം. മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് ഇതിൻ്റെ കാരണക്കാരി. മനസ്സിലായോ? മനസ്സിലായി സ്വാമി. അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അയാളുടെ മനസ്സ് ഇങ്ങനെ പല സ്ത്രീകളിലേക്കും പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സ്വാമി? അതിന് പ്രതിവിധി വല്ലതും ഉണ്ടോ? പ്രതിവിധി ഉണ്ട്. ആ മന്ത്രവാദി അയാളുടെ ചെവിയിലേക്ക് ആ പ്രതിവിധി പറയുകയാണ്. ഒരു ദീർഘനിശ്വാസത്തോടെ അയാൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് അയാൾ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ? കേട്ടോ. വീട്ടിൽ വന്നു കയറിയ ചെന്താമരൻ ആകെ അസ്വസ്ഥനാണ്. അയാൾക്ക് ഇരിക്കപ്പുറതിയില്ല. അയാൾ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, തല ചൊറിയുന്നു, ബീഡി വലിക്കുന്നു. വല്ലാത്തൊരവസ്ഥ. കാരണം എന്താണെന്ന് അറിയാമോ? അയാളുടെ കൂടെ അതുവരെ താമസിച്ചുകൊണ്ടിരുന്ന ഭാര്യ 2 മക്കളെയും വലിച്ചിറക്കിക്കൊണ്ട് എങ്ങോട്ടോ പോയി. അതിനുശേഷം ഇയാളുടെ ആകെപ്പാടെ മാനസിക നില ആകെ തെറ്റിയിരിക്കുകയാണ്. ഇയാൾ ഒരു വല്ലാത്ത വിശ്വാസിയാണ്, അന്ധവിശ്വാസി. ഈ ഭാര്യ 2 മക്കളെ ഇറക്കിക്കൊണ്ട് പോകണമെങ്കിൽ ഒരു കാരണം കാണുമല്ലോ. ആ കാരണക്കാരനാണ് ഈ ചെന്താമരൻ. ഇയാൾക്കൊരു വിചിത്ര സ്വഭാവമുണ്ട്. കിട്ടുന്ന പൈസ മുഴുവൻ കൊണ്ട് പൂജ മറ്റേത് മറിച്ചെന്ന് പറയും ഇങ്ങനെ കൊണ്ട് ചിലവാക്കും. ഭാര്യയുടെ താലി വരെ കൊണ്ട് പണയം വെച്ചിട്ടാണ് ഇങ്ങനെ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതുമാത്രമല്ല, വടക്ക് നോക്കി യന്ത്രം സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ആ തളത്തിൽ ദിനേശൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഇങ്ങനെ രാത്രിയിലൊക്കെ വാഴയ്ക്കൊക്കെ ലൈറ്റ് അടിച്ചുകൊണ്ട് ഹര എന്നൊക്കെ ചോദിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ. എല്ലാവരും ഇയാൾക്ക് സംശയമാണ്. വാഴയെ കണ്ട സംശയം, തെങ്ങിനെ കണ്ട സംശയം, അയാൾ അങ്ങോട്ട് പോയ സംശയം. മൊത്തത്തിൽ സംശയരോഗിയാണ് ഈ ചെന്താമരൻ. അത് മാത്രമല്ല, ഇരുട്ടത്തെ ഇരിക്കത്തുള്ളൂ. ജനലൊക്കെ തുറന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. വീടിന് തീയിടും. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ. ഇതൊക്കെ പോട്ടെ നോക്കാം. ഇയാളുടെ കയ്യിൽ ഊരിപ്പിടിച്ചൊരു കത്തിയുണ്ട്. അതുമായിട്ടാണ് എപ്പോഴും നടക്കുന്നത്. തലകീഴിൽ അത് വെച്ചാണ് ഉറങ്ങുന്നത്. ചെന്താമൻ്റെ ഭാര്യ ജീവനെ പേടിയോടെയാണ് ആ വീട്ടിൽ കഴിയുന്നത്. ഇവൻ കൊല്ലുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയത്തോടെയാണ് ആ സ്ത്രീ അതുവരെ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും കിട്ടിയ സമയം നോക്കി 2 മക്കളെയും വാരി വലിച്ചു കൊടുത്തുകൊണ്ട് ആ സ്ത്രീ എവിടെയോ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇയാളിൽ ആ സൈക്കോ ഉണരുകയാണ്. ഇയാൾക്ക് ഊണുമില്ല, ഉറക്കവുമില്ല. അതിനുശേഷം ഈ ഭാര്യയും മക്കളും തിരിച്ചു വരാൻ വേണ്ടി എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ആരാധനകളിലും ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. എങ്ങനെ തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ പല പല ക്ഷേത്രങ്ങളിലും കയറി ഇറങ്ങി അവസാനം ഒരു ഗുഡായിപ്പ് സ്വാമി എടുത്ത് ഇയാൾ എത്തിയിരിക്കുകയാണ്. ആ സ്വാമി ഒരു വലിയ തട്ടിപ്പ് വീരനാണെന്ന് ഇയാൾ അറിയുന്നുമില്ല. അയാൾ പറയുകയാണ്, അയാളുടെ ഉദ്ദേശം കാശ് വിടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അയാൾ ഈ ചെന്താമനോട് പറയുകയാണ്, നിൻ്റെ പ്രശ്നത്തിന് കാരണം എന്താണ് മനസ്സിലായോ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു മുടി നീട്ടി വളർത്തിയ സ്ത്രീയാണെന്ന് പറയുകയാണ്. അത് ഇയാളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറ്റി. അതിനുശേഷം ഈ ചെന്താമര ചെയ്ത പണി എന്താ അറിയാമോ? ഇയാളുടെ നോട്ടം പല സ്ത്രീകളിലേക്കും പോവുകയാണ്. മുടി നീട്ടി വളർത്തിയ സ്ത്രീകളിലേക്ക് പോവുകയാണ്. അത് സുധാകരൻ്റെ ഭാര്യ സജിതയുണ്ടാവാം, ഉഷയുണ്ടാവാം, അംബികയുണ്ടാവാം, സജിതയുടെ മകൾ അഖില. ഇവർക്കെല്ലാം നീണ്ട മുടിയാണ്. ഇതിൽ ആരാണ് ഈ ഉപദ്രവം ചെയ്തിരിക്കുന്നത്? ഇയാൾ ആകെപ്പാട് വല്ലാത്ത കൺഫ്യൂഷൻ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ചെന്താമരൻ അവസാനം എത്തുന്നത് സുധാകരൻ്റെ ഭാര്യ സജിതയിലേക്കാണ്. കാരണം ഈ ചെന്താമൻ്റെ വീടും സുധാകരൻ്റെ വീടും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ദോഷം ചെയ്യാൻ സാധ്യത ഈ സജിതയ്ക്ക് തന്നെയായിരിക്കും. അതായത് സുധാകരൻ്റെ ഭാര്യ സജിത തന്നെയായിരിക്കും ഈ പണി ചെയ്തിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ സജിതയുടെ ഭർത്താവ് സുധാകരൻ അങ്ങ് തിരുപ്പൂരിലാണ് ആ സമയത്ത് ജോലി. ഇവിടെയാണെങ്കിൽ ചെന്താമനും ഭാര്യ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അതിൽ അസൂയ പൂണ്ട സജിത കൂടുപാത്രക്കാരിയാണല്ലോ. അങ്ങനെ ഇവർ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി സജിത എന്തോ വലിയ കൂടുപാത്രം ചെയ്തു. അതുകൊണ്ടാണ് തൻ്റെ ഭാര്യയും മക്കളും തന്നെ ഉപേക്ഷിച്ചിട്ട് എവിടെയോ പോയിരിക്കുന്നത്. ഇയാൾക്ക് മുട്ടം കലിപ്പായി. അങ്ങനെ സജിത സൂചിച്ച് ജീവിക്കണ്ട, അവൾ തന്നെയായിരിക്കും ഈ പണി ചെയ്തിരിക്കുന്നത്. എന്തായാലും പിന്നീട് ബാക്കിയുള്ളവരെ പരിഗണിക്കുക. ആരെയൊക്കെയാ? ഉഷയുണ്ട്, അംബികയുണ്ട്, ഈ സജിതയുടെ മകൾ അഖിലയൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പിന്നെ പണി കൊടുക്കുക എന്നുള്ള രീതിയിൽ ആദ്യം പണി കൊടുക്കേണ്ടതാരാ? തന്നെ നശിപ്പിച്ചത് ഈ സജിതയ്ക്ക് തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. അങ്ങനെ പറ്റിയൊരു സമയം നോക്കുന്നു. പാവ സജിത, ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ, തിരുപ്പൂരിലാണ്. ആ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നാമ്പുറത്തെ വാതിലിലൂടെ അയാളുടെ കയ്യിലുള്ള ആ കത്തിയുമായിട്ട് വരികയാണ്. പിന്നാമ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാവ സജിതയെ വെട്ടി നുറുക്കിക്കളഞ്ഞു കേട്ടോ. സജിതയുടെ നീളമുള്ള മുടി ഉൾപ്പെടെയാണ് വെട്ടി മുറിച്ച് മാറ്റിയിരിക്കുന്നത്. കാരണം ഈ മുടിയാണല്ലോ പ്രശ്നം. ഇയാൾക്കൊരു സമാധാനമായി. എന്തായാലും ഈ കൊലപാതകത്തോടെ തൻ്റെ ഭാര്യയും മക്കളും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ ഇയാൾ വനം കയറുകയാണ്. നെല്ലിയാമ്പതി വനം മുഴുവൻ ഇയാൾക്ക് കാണാപ്പാടമാണ്. ഇയാൾ ഡ്രൈവറാണല്ലോ. അങ്ങനെ മുക്കും മൂലയൊക്കെ ഇയാൾക്കറിയാം. അങ്ങനെ പോലീസിനും നാട്ടുകാരുടെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇയാൾ വനത്തിൽ തങ്ങുകയാണ്. കുറച്ച് ദിവസം അങ്ങനെ തങ്ങി. പക്ഷേ ഈ മണ്ടന് ഒരു അബദ്ധം പറ്റി. ഇയാൾക്ക് കലശലായ വിശപ്പ് തോന്നി. അപ്പോൾ തൊട്ടടുത്താണ് തറവാട് വീട്, ഈ വനത്തിന് ഇപ്പുറത്ത്. അങ്ങനെ വനം ഇറങ്ങി തറവാട്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോഴാണ് ഇയാൾ
പോലീസിൻ്റെ പിടിയിലാവുന്നത്. എന്തായാലും ആ മണ്ടനെ പോലീസ് പിടിക്കുന്നു, ജയിലിൽ അടയ്ക്കുന്നു. ഇപ്പോൾ അജിത കൊലക്കേസിൻ്റെ വിചാരണ നടക്കുകയാണല്ലോ. കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. അങ്ങനെ ഇയാൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ ഈ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ കോടതി ഇയാളോട് പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടിലേക്ക് പോകരുത്, ആ ഗ്രാമത്തിൽ പോലും പ്രവേശിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇയാൾ ആ ഗ്രാമത്തിൽ പ്രവേശിച്ചു, ആ വീട്ടിൽ താമസിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇയാളിലെ പൈശാചിക രൂപം വീണ്ടും ഉണരുകയാണ്. ആ സൈക്കോ ഉണ്ടല്ലോ, ഇയാൾ രാത്രി ഉറങ്ങുന്നില്ല, വാതിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നീളമുള്ള മുടിയുള്ള ആൾക്കാരെ മുഴുവൻ ഇയാൾ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു പേടിയാണ്. ഇയാളുടെ കയ്യിൽ ആ ഊരിപ്പിടിച്ച കത്തിയും ഉണ്ട്. ചിരിക്കുന്നില്ല, ഒരു വല്ലാത്ത മാനസിക പ്രശ്നമുള്ള ഒരാളാണ്. ഇയാളുടെ രൂപവും ഇയാളുടെ ഭാവവും ഇയാളുടെ പ്രവൃത്തിയെല്ലാം കണ്ട് നാട്ടുകാരും ഈ സജിതയുടെ കുടുംബം ഉൾപ്പെടെ പോലീസിൽ പരാതി കൊടുക്കുകയാണ്. പോലീസ് പറഞ്ഞ് കുഴപ്പക്കാരനൊന്നും അല്ലെന്നേ, അയാൾ അങ്ങനെ പോട്ടെ, അയാൾക്ക് പറ്റിപ്പോയി എന്നും പറഞ്ഞ് അത് നിസാരവൽക്കരിച്ചു. പക്ഷേ ഉള്ളിലുള്ള ആ പൈശാചിക രൂപം ഉണരുന്ന കാര്യം ഒരാൾ പോലും അറിഞ്ഞില്ല. ഇനി നമ്മുടെ ഈ ചെന്താമരൻ്റെ കാര്യം. ചെന്താമരൻ ഇപ്പോൾ സേഫാണ്. പോലീസിന് മുമ്പിൽ ഇയാൾ നല്ല പിള്ളയാണ്. നാട്ടുകാർക്കൊക്കെ പരാതി ഉണ്ടെങ്കിൽ ഇയാൾ അങ്ങനെ പ്രശ്നമൊന്നും പോകുന്നില്ല. ആ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുകയാണ്. പക്ഷേ എങ്കിലും അയാൾ പല രാത്രികളിലും ഇങ്ങനെ പൈശാചിക രൂപത്തിലൂടെ പുറത്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇയാളുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ആ സുധാകരൻ്റെ കുടുംബം. സുധാകരൻ്റെ കുടുംബമാണ് തൻ്റെ കുടുംബത്തെ മുഴുവൻ തന്നിൽ നിന്ന് അകറ്റി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ സജിതയ്ക്ക് പണി കൊടുത്തു. ഇനി അയാളുടെ 2 മക്കളുണ്ട്, സുധാകരനുണ്ട്. ആ കുടുംബത്തെ മുഴുവൻ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കഴിഞ്ഞാൽ തൻ്റെ കുടുംബം തന്നിലേക്ക് തിരിച്ചു വരും. ആ ഒരു ലക്ഷ്യവുമായിട്ട് ഇയാൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഏത് ലക്ഷ്യം? ആ കുടുംബത്തെ മുഴുവൻ പൂർണ്ണമായിട്ട് നശിപ്പിക്കണം. അങ്ങനെ തനിക്ക് പറ്റിയ ഒരു ദിവസത്തിന് വേണ്ടി ഈ ചെന്താമരം കാത്തിരിക്കുവാണ്. എന്തിനു വേണ്ടിയാണ്? സുധാകരൻ്റെ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി. സുധാകരൻ്റെ വീട്ടിൽ സുധാകരൻ്റെ അമ്മ, ഇളയ മകൾ, മൂത്ത മകളാണെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വേറെ വീട്ടിലാണ്. ഈ വീട്ടിൽ ഒരു 3 പേര് മാത്രമേ ഉള്ളൂ. മൂത്തവളെ പിന്നെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇയാൾ ആ ആസൂത്രണം ചെയ്യുകയാണ്. അന്ന് രാത്രി ചെന്താമരം ഉറങ്ങിയതേയില്ല. അയാളുടെ കണ്ണ് മുഴുവൻ ആ സുധാകരൻ്റെ വീട്ടിലേക്കായിരുന്നു. ഓരോ ചലനങ്ങളും കൃത്യമായിട്ട് വീക്ഷിക്കുവാണ്. അന്ന് നേരം വെളുത്ത് 9 മണിയോടുത്ത സമയമാണ്. സുധാകരൻ ഈ പറയുന്ന നെന്മാറയിലുള്ള ഇളയ മകളുടെ അടുത്തേക്ക് പോവുകയാണ്. അവൾ എന്തോ ആവശ്യം വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഈ സുധാകരൻ നേരെ പോകാൻ നേരത്ത് മുന്നിലേക്ക് ആ പിശാച് ചാടി വീഴുകയാണ്. അയാളുടെ കയ്യിൽ ഊരിപ്പിടിച്ച ആ കൊടുവാളുണ്ടായിരുന്നു. തലങ്ങും വിലങ്ങുമാണ് വെട്ടുന്നത്. ഏതാണ്ട് 6-7 വെട്ടോടുകൂടി ആ പാവം നിലത്തേക്ക് വീണു. ഇത് കണ്ടുകൊണ്ട് എൻ്റെ പൊന്നുമനെ കൊല്ലലേന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് വരികയാണ്. ഇത് കണ്ടുകൊണ്ട് ലക്ഷ്മി അമ്മ. ആ അമ്മയ്ക്ക് ഏതാണ്ട് 16ഓളം വെട്ടാണ് ആ പിശാച് വെട്ടിയത്. വെട്ടി പിരുത്ത് കളഞ്ഞു. എന്തായാലും 2 പേരും മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇയാൾ നടന്നു നീങ്ങുകയാണ്. ഈ കൊലപാതകത്തോടെ തൻ്റെ ഭാര്യയും മക്കളും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെയാണ് അയാൾ എവിടേക്കോ മറിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ എവിടെ പോയി ഒളിച്ചാലും നമ്മുടെ മിടുക്കന്മാരായ പോലീസുകാർ അവനെ തപ്പി അകത്തോടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് കാത്തിരിക്കുക മാത്രം. പക്ഷേ ഈ നാട്ടിൽ ഇപ്പോഴും ഭയക്കുന്നുണ്ട് കേട്ടോ. ഇവൻ തിരിച്ചു വന്നാൽ അടുത്ത കൊലപാതകം ചെയ്യും. കൊലപാതകത്തിന് ഇവന് യാതൊരു വിഷമവും ഇല്ലേ. ഒരു മൃഗം തന്നെയല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരു മനുഷ്യരെടുത്ത് ആ കൊടുവുകൾ വെച്ച് വെട്ടി വീഴ്ത്തുക എന്നുള്ളത് മനുഷ്യനായിട്ട് ജനിച്ച് ആർക്കും ചെയ്യാൻ പറ്റുമോ? അത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബത്തോട്. ഇവനോട് എന്തെങ്കിലും അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. ഒരു തെറ്റും ചെയ്യാത്ത കുടുംബത്തെ നോക്കുന്ന സുധാകരനും അയാളുടെ പാവപ്പെട്ട വല്യമ്മയും അയാളുടെ ഭാര്യയ്ക്ക് എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ളവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ യാതൊരു അവകാശവുമില്ല. ഇനി ചെന്താമരം അവിടെ നിൽക്കട്ടെ. ചെന്താമരനെ ഇതിന് പ്രേരിപ്പിച്ച ഒരു മന്ത്രവാദി ഉണ്ടെങ്കിൽ അയാളല്ലേ യഥാർത്ഥ ഒരു കാരണക്കാരൻ. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് ഈ മൃഗത്തിൻ്റെ മനസ്സിലേക്ക് ആ പൈശാചിക ചിന്ത ഉണർത്തിവിട്ട് ഇങ്ങനെ ക്രൂരകൃത്യത്തിന് അയാൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളാണ് യഥാർത്ഥ കാരണക്കാരൻ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വേരൂന്നി പടർന്ന് പന്തലിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ആ പ്രശ്നമുണ്ട്, നിങ്ങളുടെ വീടിന് മുമ്പ് വയ്ക്കുന്ന ആ മരമാണ് പ്രശ്നം, അല്ലെങ്കിൽ ആ വാതിലാണ് പ്രശ്നം, ആ മതിലാണ് പ്രശ്നം, ഇടിച്ച് പൊളിച്ച് പുതിയ വാതിൽ പണിയുക, അല്ലെങ്കിൽ മതിൽ പണിയുക, അല്ലെങ്കിൽ അയൽവാസിയാണ് പ്രശ്നം, അവനെ തൂത്തെറിയുക, അല്ലെങ്കിൽ അവനെ കൂടുപാത്രം വെച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് ചില മന്ത്രവാദികൾ സ്വാമിമാരും പല പല മതത്തിലുള്ള ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഉസ്താദുമാരും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ. ഇങ്ങനെ തട്ടിപ്പ് വീരന്മാർ ഇവന്മാരിങ്ങനെ ഏഷണി കയറ്റുകയാണ്. അല്ലേ, ചെന്നായ്ക്കളെ പോലെ 2 ആടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു, ആ രക്തം ഊറ്റി കുടിക്കുന്ന കുറേ സാധനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക. പക്ഷേ ചെന്താമരനൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ യാതൊരു അർഹതയുമില്ല. നമ്മൾ പണ്ട് പറയുന്ന പോലെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് പറയുന്ന പോലെ അവനെ കണ്ട് പിടിക്കുമ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലുക. ഭൂമിയിൽ ജീവിക്കുവാൻ ഇത്തരം വിഷവിത്തുകൾക്ക് യാതൊരു അർഹതയുമില്ല. കൊന്നുകളയുക, അത് മാത്രമേ ഉള്ളൂ പോകാൻ വഴി. പാവം ആ 2 കുട്ടികളല്ലേ, അവരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു തെറ്റും ചെയ്യാത്ത അച്ഛനും പോയി അമ്മയും പോയി, 2 പെൺകുട്ടികളാണെന്ന് ഓർത്തോണം. ഇനി എങ്ങനെ ജീവിക്കാൻ പറ്റും മുന്നോട്ടുള്ള ജീവിതം? വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. എന്തായാലും നമ്മുടെ സമൂഹത്തോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത്തരം അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട് സ്വന്തം ജീവിതവും സമാധാനവും പൈസ ഒന്നും കളഞ്ഞു കുളിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.